വർക്ക് അറ്റ് ഹോം ആയാലും വർക്ക് അറ്റ് സ്റ്റുഡിയോ ആയാലും സിസ്റ്റത്തിൽ നിന്നും കണ്ണെടുക്കാതെ ദിയയിരിക്കും. മുഖത്ത് പാട് വരികയോ കണ്ണിന് ക്ഷീണമോ തോന്നില്ല. ജെസൽ ഒപ്റ്റിക്കൽസിന്റെ അൺലിമിറ്റഡ് ഫ്രെയിമുകളിൽ നിന്നും മുഖത്തിന് അനുയോജ്യമായ കണ്ണടയാണ് ദിയ തിരഞ്ഞെടുത്തിരിക്കുന്നത്. തിരഞ്ഞെടുക്കാൻ യഥേഷ്ട മോഡലുകൾ, എല്ലാ പ്രമുഖ ബ്രാൻഡഡ് ലെൻസുകളുടെയും ഫ്രെയിമുകളുടെയും അതിശയിപ്പിക്കുന്ന കളക്ഷൻസ്, ഏറ്റവും കുറഞ്ഞ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജെസൽ ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി. കോൺഗ്രസ് 84-ാം ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടിയെ അനുസ്മരിച്ചു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 2ാം ചരമവാർഷിക ദിനത്തിൽ കോൺഗ്രസ് 84-ാം ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടത്തി. കൊച്ചി സൗത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് S. ജോൺ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് CN അർച്ചൻ, മണ്ഡലം എക്സിക്യൂട്ടീവ് മെമ്പർമാരായ C. എഡ്വിൻ ഫെർണാണ്ടസ്, ആൽഫി കൊറയ്യ, INDCയുടെ കൊച്ചി നിയോജക പ്രസിഡന്റ് സെക്രട്ടറി സതീഷ് പ്രസാദ്, സഹപ്രവർത്തകർ, നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ബഹുമാന്യ നേതാവ് ശ്രീ ഉമ്മൻചാണ്ടിയുടെ 2ാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ചാണ് കോൺഗ്രസിന്റെ 84 അഡ്വക്കേറ്റ് തമ്പി ജേക്കബ്, CN ഹർഷൻ, പ്രതീഷ് പ്രസാദ്, എഡ്വിൻ ഫെർണാണ്ടസ്, ആൽഫി കൊറയ്യ എന്നിവർ പ്രസംഗിച്ചു. ശ്രീ ഉമ്മൻചാണ്ടിയെക്കുറിച്ച് ശ്രീ ജോൺ വിശദമായി സംസാരിച്ചു കഴിഞ്ഞു. അദ്ദേഹം പാവങ്ങളുടെ ഒരു നേതാവായിരുന്നു. അദ്ദേഹം നടത്തിയ യാത്രയും പിണറായി വിജയൻ വളരെ ലക്ഷറി ബസ്സിൽ പൗരപ്രമുഖന്മാരുമായിട്ട് കൂടിക്കാഴ്ച നടത്തെങ്കിൽ ഉമ്മൻചാണ്ടി അദ്ദേഹത്തിൻ്റെ യാത്രയിൽ പാവങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും അന്നേക്കന്ന് തീരുമാനങ്ങളെടുക്കുകയും ചെയ്തു. കൊച്ചി മെട്രോയും വിഴിഞ്ഞം പദ്ധതി, കണ്ണൂർ എയർപോർട്ടും സയൻസ് പാർക്കും അടക്കമുള്ള വലിയ കാര്യങ്ങൾ കേരളത്തിന് സംഭാവന ചെയ്ത ഒരു വ്യക്തിയായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി. ന്യൂസ് ബ്യൂറോ, തോപ്പുംപടി.